ഗൈസ്, ന്യൂയോർക്ക് ടൈംസ് പറയുന്ന അനുസരിച്ച് അമേരിക്ക യുദ്ധം നിർത്തുവാനായിട്ട് ഇറാന്റെ മുന്നിലേക്ക് പാകിസ്ഥാൻ വഴി ഏകദേശം 15 നിബന്ധനകൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ 1 മുതൽ 14 പോയിന്റുകൾ വരെ നോക്കിയാൽ മനസ്സിലാകും. സാധാരണ ഡിമാൻഡുകളല്ല മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ കൈയും കാലും വെട്ടുന്ന പോലുള്ള നിബന്ധനകളാണ് അമേരിക്ക ഇപ്പോൾ ഇറാന്റെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഈ നിബന്ധനകളിൽ ഇറാൻ വളർത്തിയ പ്രോക്സികളെ സഹായിക്കാൻ പാടില്ല, അതുപോലുള്ള ഡിമാൻഡുകളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏത് പ്രോക്സികളെന്ന് നിങ്ങളിപ്പോൾ ചോദിക്കുന്നുണ്ടാവും. ഈ പ്രോക്സികൾ എന്ന് പറയുന്നത് ഡസൻ കണക്കിന് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. മുഴുവൻ മിഡിൽ ഈസ്റ്റിലും ഇറാൻ വളർത്തിയിട്ടുള്ള ടെറർ ഔട്ട്ഫിറ്റുകളായിട്ടുള്ള മുഴുവൻ പ്രോക്സികളെയും സഹായിക്കുന്നത് ഇറാൻ ഇവിടെ നിർത്തണം എന്ന ഡിമാൻഡാണ് അമേരിക്കൻ ഈ നിബന്ധന വഴി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശരിക്കും ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മധ്യസ്ഥ നിൽക്കുന്ന ഒരു രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഇറാനെ ചതിക്കുവാനുള്ള ഒരുക്കമായിട്ടാണ് എനിക്ക് ഇത് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. കാരണം പാകിസ്ഥാൻ പറയുന്നത് എന്താണ്, പാകിസ്ഥാൻ ഇതിൽ എഗ്രിമെന്റ് സമ്മതിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. അതായത് ഹമാസിൽ നിന്ന് ആയുധങ്ങൾ എടുത്തുകളാണ്. പാകിസ്ഥാൻ പറയുന്നത് പ്രകാരം ഇറാനിന് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ഇറാൻ കൂടുതൽ മിസൈലുകൾ നിർമ്മിക്കാൻ പാടില്ല. പാകിസ്ഥാൻ സംസാരിക്കുന്നത് ആരുടെ ഭാഷയാണ് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. കാരണം പാകിസ്ഥാൻ അമേരിക്കയുടെ ഉടമ്പടിക്ക് മധ്യസ്ഥ നിൽക്കുന്നതാണോ അല്ലെങ്കിൽ ഈ നിബന്ധനകളോട് സമ്മതം പ്രകടിപ്പിക്കുന്നതാണോ എന്നൊന്നും ആർക്കറിയില്ല. അഭ്യൂഹങ്ങൾ പുറത്തു വരുന്ന പ്രകാരം ഇറാന്റെ പാർലമെന്റ് സ്പീക്കറുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് ജസ്റ്റ് പാകിസ്ഥാന്റെ ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. അവരെല്ലാവരെയും വഞ്ചിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് അവർ പണം വാങ്ങിയിട്ട് അടികൂടി അഫ്ഗാനിസ്ഥാന് കൈ കൊടുത്ത് അതിനുശേഷം ആ അമേരിക്കക്കാരെ കൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനികളെ കൊല്ലിച്ച ടീമാണ് പാകിസ്ഥാനികൾ. അവരെ കുറെ പേരെ ജയിലിൽ അടപ്പിച്ച്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പാകിസ്ഥാൻ ഈ മധ്യസ്ഥയിൽ ഒരു ട്രോജൻ ഹോഴ്സാണ്. എനിക്ക് തോന്നുന്നില്ല ഇറാനെ സൈനികമായി ഇത്രയും വേഗത്തിൽ നശിപ്പിക്കാൻ കഴിയുമെന്ന്. ശരിക്കും യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കൂ. അതായത് ഇറാനിലേക്ക് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും മിസൈലുകൾ വന്ന് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ അവിടെ വെറുതെ ഇരിക്കുകയല്ല ചെയ്യണത്. ഇറാനും ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. അവരുടെ എയർ സ്പേസ് ഓപ്പൺ ആണെങ്കിൽ പോലും അവർ ശക്തമായിട്ട് തിരിച്ചടിക്കുന്നുണ്ട്. അവർ ടെല്ലവീവ്, ഡിമോണ, UAE, ഖത്തർ എല്ലായിടത്തും സംഘർഷവും എല്ലായിടത്തും ബോംബുകൾ എത്തിക്കുന്നുണ്ട്. ഈ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഞാൻ 15 പോയിന്റ് പ്ലാന് കൊടുത്തിട്ടുണ്ട്, ഞാൻ സമാധാനം കൊണ്ടുവരാം എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സമാധാനം എന്താണ്? ഞാനിപ്പോ ന്യൂയോർക്ക് ടൈംസ് ആണ് റെഫർ ചെയ്യണത്. അവരുടെ റിപ്പോർട്ട് പ്രകാരം അമേരിക്ക ഇറാനിലേക്ക് 15 പോയിന്റ് പ്ലാനുകളാണ് ഇപ്പൊ അയച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ ആണെങ്കിൽ അതിന്റെ മെസ്സഞ്ചറായി ഇപ്പൊ പ്രവർത്തിക്കുക എന്ന് അല്ലെങ്കിൽ മിഡിൽമാനായി പ്രവർത്തിക്കുക എന്ന് സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ പ്രധാന നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്നാമത്തെ നിബന്ധന, ഇറാൻ അവരുടെ നിലവിലെ ന്യൂക്ലിയർ ശേഷി പൂർണ്ണമായും പിരിച്ചുവിടണം. രണ്ടാമത് പറയുന്നത്, ഇനി ഒരിക്കലും ന്യൂക്ലിയർ ആയുധങ്ങൾ വികസിപ്പിക്കില്ല എന്നുള്ള വാഗ്ദാനം ഈ ഉടമ്പടിയിലൂടെ കൊടുക്കണം. മൂന്നാമത്, ഇറാനിൽ യുറേനിയം എൻറിച്ച്മെന്റ് അനുവദിക്കില്ല. നാലാമത് പറയുന്നത് 60% ഇപ്പോ ഇറാൻ എൻറിച്ച് ചെയ്തെടുത്തിരിക്കുന്ന യുറേനിയം IAEAക്ക് കൈമാറണം. അഞ്ചാമത് പറയുന്നത് നതാൻസ്, ഇസ്ഫഹാൻ, ഫോർഡോ തുടങ്ങിയ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റണം. ആറാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് IAEAക്ക് പൂർണ്ണ നിയന്ത്രണം, അതായത് ഏത് സമയത്ത് വന്ന് പരിശോധന നടത്താനുള്ള പൂർണ്ണ നിയന്ത്രണം കൊടുക്കണം. ഏഴാമത്, പ്രോക്സി ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകണം. അതുപോലെ ഹോർമൂസ് കടലെടുക്ക് തുറന്ന നിലയിൽ തന്നെ സൂക്ഷിക്കണം. പിന്നെ ഇറാനോട് പറയണത് മിസൈൽ പ്രോഗ്രാം പരിധിയിൽ കൊണ്ടുവരണം. ഇത്രയും റേഞ്ചുള്ള മിസൈലുകൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ മിസൈൽ അവർക്ക് ഉപയോഗിക്കാം, അത് സെൽഫ് ഡിഫൻസിന് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന് പകരം അമേരിക്ക കൊടുക്കുന്ന ഓപ്ഷൻ സാങ്ഷനുകൾ മുഴുവനായിട്ട് നിൽക്കും, ന്യൂക്ലിയർ പ്രോഗ്രാമിൽ സഹായിക്കും. അതായത് അവരുടെ പൗരന്മാർക്ക് ആവശ്യമായ വൈദ്യുതി ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള ന്യൂക്ലിയർ പ്രൊജക്ട് ഒക്കെ അവർ സഹായിക്കും. നിബന്ധനകൾ ഇറാൻ സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ പാകിസ്ഥാന്റെ ചതി എത്ര ശതമാനമാണെന്ന് കണ്ടെത്തേണ്ട ആവശ്യം മാത്രമേ എന്തായാലും. ആരെ കൊന്നിട്ടാണെങ്കിലും പാകിസ്ഥാന് കുറച്ച് ഡോളർ സംഘടിപ്പിക്കും. കാരണം IMFും വേൾഡ് ബാങ്ക് ഒക്കെ ഓൾറെഡി ആരുടെ നിയന്ത്രണത്തിലാണെന്ന് നോക്കിയാൽ തന്നെ അതിനുള്ള ഉത്തരം കിട്ടും. ഇതിന്റെ കൂടെ മറ്റൊരു ഡെവലപ്മെന്റ് കൂടി ഉണ്ടായിട്ടുണ്ട് ഗൈസ്. അതെന്താണെന്ന് കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതായത് സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കയോട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അമേരിക്ക ഒരിക്കലും ഈ യുദ്ധം ഇപ്പോ നിർത്താൻ പാടില്ല. കാരണം അമേരിക്കക്ക് ഇപ്പോ കിട്ടിയിരിക്കുന്നത് ചരിത്രപരമായ അവസരമാണ്. അതായത് ഇറാനെ പൂർണ്ണമായും തകർക്കുവാനായിട്ട് കഴിയുന്ന ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ന്യൂയോർക്ക് ടൈംസ് തന്നെ പറയുന്നതാണ്. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു പൂർണ്ണ ചിത്രം പയ്യെ തെളിഞ്ഞു വരണ്ടാവും. കാരണം ഒരു വശത്ത് അമേരിക്ക, ഇസ്രായേലും, മറ്റൊരു വശത്ത് അറബ് രാജ്യങ്ങൾ നിൽക്കുന്നുണ്ട്, മറ്റൊരു വശത്ത് ഇറാൻ നിൽക്കുന്നുണ്ട്. ഇതിന് നോക്കേണ്ട ഒരു കാര്യം പാകിസ്ഥാന്റെ സ്ഥാനം എവിടെയാണെന്നാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയണത്, പാകിസ്ഥാൻ ഒരു ട്രോജൻ കുതിരയാണ്. പാകിസ്ഥാൻ ഒരിക്കലും യുദ്ധഭൂമിയിലല്ല സഹായിക്കുന്നത്. പാകിസ്ഥാൻ എപ്പോഴും പുറകിൽ നിന്ന് കുത്തുന്നതിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഗൈസ്, ഇത് വലിയൊരു ഗെയിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഗെയിം എന്ന് പറയുമ്പോൾ ഡിപ്ലോമസി, പണം, രാഷ്ട്രീയം എല്ലാം ചേർന്ന ഗെയിമാണ്. അവസാനം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം. അതായത് ഇറാൻ നിബന്ധനകൾ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ ഇറാൻ ഈ നിബന്ധനകളിൽ നിന്ന് മാറി നിന്ന് ഒറ്റയ്ക്ക് അവർ പോരാടുമോ, ഇതെല്ലാം ഇനി വരാനുള്ള ദിവസങ്ങൾ നമുക്ക് പറഞ്ഞു തരും എന്തായാലും. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതിന് മുമ്പ് ഗൈസ്, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്, സാം സിക്സ്.